ഹലോ നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ലിച്ചാർസിലേക്ക് സ്വാഗതം. യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എഡ്യൂക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ മീനിങ്, എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ്, അതിൻ്റെ മീനിങ്, അതിൻ്റെ എയിംസ്, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് മീനിങ് നോക്കുകയാണെങ്കിൽ health education is the process of educating individuals and communities about healthy behaviors, practices and lifestyles. It aims to empower people with the knowledge, skills and attitudes to make informed decisions about their health and well-being. ആളുകളെ അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, പ്രാക്ടീസസിനെ കുറിച്ച്, ആരോഗ്യപരമായിട്ടുള്ള ബിഹേവിയേഴ്സിനെ കുറിച്ചൊക്കെയും ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷനെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്, ആളുകൾക്ക് നോളജും സ്കില്ലും ആറ്റിറ്റ്യൂഡും എന്തിനെക്കുറിച്ച്, അവരുടെ ഹെൽത്തിനെ കുറിച്ച്, അവരുടെ വെൽബീയിങ്ങിനെ കുറിച്ചൊക്കെ ആവശ്യമായിട്ടുള്ള നോളജുകൾ, സ്കില്ലുകൾ, ആറ്റിറ്റ്യൂഡുകളൊക്കെ കൊടുത്ത് അവരെ എംപവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള എയിമോട് കൂടിയിട്ടാണ് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ എയിംസ് എന്താണെന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, പ്രൊമോട്ട് ഹെൽത്തി ബിഹേവിയേഴ്സ്, ഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയറുകൾ, പെരുമാറ്റങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക, പ്രിവെൻറ്റ് ഡിസീസസ്, അസുഖങ്ങൾ കുറയ്ക്കുക, ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ എയിംസ് വരുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇൻക്രീസ് ഹെൽത്ത് നോളജ്, സ്വന്തം ആരോഗ്യത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് ഇൻക്രീസ് ചെയ്യിക്കുക. ഡെവലപ്പ് ഹെൽത്തി സ്കിൽസ്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. പ്രൊമോട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് പ്രൊമോട്ട്. ഇത് സിമ്പിൾ ആയതുകൊണ്ടാണ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എന്തായാലും വായിച്ച് നോക്കുക. അടുത്ത് വരുന്നത് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. എന്താണ് അതിൻ്റെ സ്കോപ്പ്? സ്കൂൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ, സ്കൂളിലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ മേഖലകളിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു സ്കോപ്പായിട്ട് കൊണ്ടുവരാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിട്ട് വരെ നോക്കാം. വർക്ക് പ്ലേസിലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും മേഖലകളിലൊക്കെ നമുക്ക് അതിൻ്റെ സ്കോപ്പ് കാണാനായിട്ട് സാധിക്കും. അടുത്ത ടോപ്പിക്ക് വരുന്നത് മെത്തേഡ്സ് ഓഫ് ഇമ്പാർട്ടിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്. സ്കൂളുകളിലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇമ്പാർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ആണ്. എന്താണ് ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ? കരിക്കുലം ബേസ്ഡ് എഡ്യൂക്കേഷൻ, കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലേ ഹെൽത്തിനെ കുറിച്ചിട്ട്. അത് നമുക്ക് എങ്ങനെ കൊടുക്കാം? കരിക്കുലം ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കാം. ഇൻ്റഗ്രേറ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻ ടു ദ സ്കൂൾ കരിക്കുലം, സ്കൂൾ കരിക്കുലത്തിലേക്ക് ഹെൽത്ത് എഡ്യൂക്കേഷന് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. വർക്ക്ഷോപ്സ് ആൻഡ് സെമിനാർസ് യൂസ് ചെയ്തുകൊണ്ട് കൊടുക്കാം. ഗസ്റ്റ് സ്പീക്കേഴ്സിനെ, പുറത്തുനിന്നുള്ള സ്പീക്കേഴ്സിനെ അതിഥികളായിട്ട് കൊണ്ടുവന്ന് അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടും നമുക്ക് ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. വേറെയും മെത്തേഡ്സ് ഉണ്ട് കേട്ടോ, ഇത് ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് പറയുന്നേ ഉള്ളൂ. പിന്നെ ഹെൽത്ത് സർവീസസ് എങ്ങനെയൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം? സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക്, സ്കൂളിൽ തന്നെ ഹെൽത്ത് ക്ലിനിക്കുകൾ നമുക്ക് കൊണ്ടുവരാം. ഹെൽത്ത് സ്ക്രീനിങ്ങുകൾ നമുക്ക് എന്തെങ്കിലും വിഷൻ അല്ലെങ്കിൽ ഹിയറിങ്ങിനൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ നമുക്ക് നടത്താം. ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ, എപ്പോഴും നമുക്കറിയാം സ്കൂളിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഫസ്റ്റ് എയ്ഡ് അതേപോലെ എമർജൻസി ആയിട്ട് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും സ്റ്റാഫിന് വേണ്ടിയിട്ടും ആവശ്യമായിട്ടുണ്ടല്ലോ. അതൊക്കെ ഹെൽത്ത് സർവീസസ് ആണ്, സേവനങ്ങളാണ് അല്ലേ. ഇനി ഹെൽത്ത് സൂപ്പർവിഷൻ ആണ് പറയുന്നത്. ഒന്നെന്താണ്? മോണിറ്ററിങ് സ്റ്റുഡൻറ്റ് ഹെൽത്ത്, കുട്ടികളുടെ ഹെൽത്ത് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ഹെൽത്ത് പോളിസി ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പോളിസികൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. സ്റ്റാഫ് ട്രെയിനിങ്, സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കാം. ഇതൊക്കെയും ഹെൽത്ത് സൂപ്പർവിഷൻ്റെ ഭാഗമായിട്ട് വരും. അടുത്ത ടോപ്പിക്ക് വരുന്നത് ഫസ്റ്റ് എയ്ഡ് ആണ്. ഫസ്റ്റ് എയ്ഡ് നമുക്കറിയാമല്ലോ, പ്രഥമ ശുശ്രൂഷ. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണെന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് മീനിങ് നോക്കാം. ഫസ്റ്റ് എയ്ഡ് ഇസ് ദ ഇമ്മീഡിയറ്റ് കെയർ പ്രൊവൈഡഡ് ടു എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഇഞ്ചേർഡ് ഓർ സഡൻലി ടേക്കൺ. പെട്ടെന്ന് അസുഖം വരികയോ മുറിവേൽക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടുന്ന ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is a temporary measure to sustain life, prevent further harm and promote recovery until medical help arrives. അതൊരു കംപ്ലീറ്റ് ചികിത്സയല്ല, മറിച്ച് അതെന്താണ്, താൽക്കാലികമായിട്ട് അവരുടെ ആ ഒരു ജീവൻ നിലനിർത്താനും അതേപോലെ തന്നെ കൂടുതൽ ആ ഒരു അവസ്ഥ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ ഒരു മെഡിക്കൽ ഹെൽപ്പ്, ഡോക്ടറുടെ സേവനം കിട്ടുന്നത് വരേക്കുമുള്ള താൽക്കാലികമായ റിക്കവറിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് എയ്ഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേസമയം അതിനെ മാത്രം ആശ്രയിച്ച് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. മെയിനായിട്ട് 3 വരുന്നത്. ഒന്ന് പ്രിസർവ് ലൈഫ്, പ്രിവെൻറ്റ് ഫർദർ ഹാം, പ്രൊമോട്ട് റിക്കവറി. പ്രിസർവ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രൈമറി ഗോൾ ഓഫ് ഫസ്റ്റ് എയ്ഡ് ഇസ് ടു പ്രിസർവ് ലൈഫ് ആൻഡ് പ്രിവെൻറ്റ് ഫർദർ ഹാം. കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ, അതേപോലെ തന്നെ ആ ഒരു ലൈഫ് നഷ്ടപ്പെട്ടു പോവാതെ അതിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ പ്രിവെൻറ്റ് ഫർദർ ഹാം, കൂടുതൽ
എന്താ പറയുക ദോഷമാവാൻ വേണ്ടിയിട്ട് നിൽക്കാതെ അതിനെ നമ്മൾ പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് നോക്കുക, പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. ടേക്ക് സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് ദ കണ്ടീഷൻ ഫ്രം വേഴ്സണിങ്. കൂടുതൽ വഷളാവാതെ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. മൂന്നാമത് പ്രൊമോട്ട് റിക്കവറിനെ ഒന്നും കൂടി ഹെൽപ്ഫുൾ ആക്കുക. പ്രൊവൈഡ് കെയർ ദാറ്റ് പ്രൊമോട്ട്സ് റിക്കവറി ആൻഡ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ലോങ് ടേം ഡാമേജ് ഉണ്ടാവും. അതായത് ആ ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു ഡാമേജ് നമുക്ക് അവിടെ നിന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റിക്കവറി നമുക്ക് പെട്ടെന്ന് സാധ്യമാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ഫസ്റ്റ് എയ്ഡിനെയും കൊണ്ട് സാധിക്കും. ഇനി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഒന്നെന്താണ്, തീർച്ചയായിട്ടും സേവ്സ് ലൈഫ്, ജീവൻ രക്ഷിക്കുന്നു. റെഡ്യൂസസ് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ കാര്യമായിട്ട് കുറയ്ക്കുന്നു. പ്രൊവൈഡ്സ് കംഫർട്ട്, നല്ലൊരു ആശ്വാസം കൊടുക്കുന്നു. വേദന കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എന്താ പറയുക ആശ്വാസം കൊടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താണ് സ്കോപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡിൻ്റെ സ്കോപ്പ് എവിടെയൊക്കെ നമുക്ക് കാണാം? ആക്സിഡൻറ്റ്സ് ആൻഡ് ഇഞ്ചുറീസ്, മുറിവുകളൊക്കെ ഏൽക്കുന്ന സമയത്ത് അതിനൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മെഡിക്കൽ എമർജൻസികൾ, എന്തെങ്കിലും കാര്യമായിട്ടുള്ള എമർജൻസികൾ വരികയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടെയും നമുക്കിതൊരു സ്കോപ്പുള്ള കാര്യമാണ്. എൻവയൺമെൻറ്റൽ എമർജൻസീസ് വരുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും ഒരു ഹീറ്റ് സ്ട്രോക്കോ അല്ലെങ്കിൽ ഹൈപ്പോതെർമിയ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു എൻവയൺമെൻറ്റലായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഫസ്റ്റ് എയ്ഡിൻ്റെ സ്കോപ്പ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ഫസ്റ്റ് എയ്ഡ്. നല്ലൊരു ഫസ്റ്റ് എയ്ഡിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണ്? കാം ആൻഡ് കമ്പോസർ, വളരെ കാമായിട്ടായിരിക്കണം. അതേപോലെ വളരെ കമ്പോസറായിട്ട് നമ്മൾ ചെയ്യണം. എ ഗുഡ് ഫസ്റ്റ് എയ്ഡർ റിമെയിൻസ് കാം ആൻഡ് കമ്പോസർ ഇൻ എമർജൻസി സിറ്റുവേഷൻ. ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾ തന്നെ ടെൻഷനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവും അല്ലേ. പിന്നെ നോളജബിൾ ആയിരിക്കണം, അറിവുള്ളൊരു മനുഷ്യനായിരിക്കണം ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടുന്ന വ്യക്തി. റിസോഴ്സ്ഫുൾ ആയിരിക്കണം. എ ഗുഡ് ഫസ്റ്റ് എയ്ഡർ ഇസ് റിസോഴ്സ്ഫുൾ ആൻഡ് ഏബിൾ ടു തിങ്ക് ഓൺ ദെയർ ഫീറ്റ്. കറക്റ്റായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളൊരു വ്യക്തിയായിരിക്കണം. കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം. എ ഗുഡ് ഫസ്റ്റ് എയ്ഡർ ഇസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് ഇൻജേർഡ് ഓർ ഇൽ പേഴ്സൺ ആൻഡ് എമർജൻസി സർവീസസ്. ആ വയ്യാതെ കിടക്കുന്ന വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആക്ച്വലി എന്താണ് സംഭവമെന്ന് അറിയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനും കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡിൽ മെയിനായിട്ടും വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും. ഇതൊക്കെ ഫസ്റ്റ് എയ്ഡിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഓരോ പ്രശ്നത്തിനും എങ്ങനെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എഴുതാം. അതൊക്കെ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി ഫസ്റ്റ് എയ്ഡ് ഇൻ സ്കൂൾ ആസ് പാർട്ട് ഓഫ് ദാറ്റ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. ഫസ്റ്റ് എയ്ഡ് ഇനി സ്കൂളിൽ എങ്ങനെ ഒരു ഹെൽത്ത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ഇൻ സ്കൂളുകളിൽ എന്തുകൊണ്ട് ഫസ്റ്റ് എയ്ഡിൻ്റെ ആവശ്യമുണ്ട്? ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അല്ലേ. ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് എനേബിൾ സ്കൂൾ സ്റ്റാഫ് ടു റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി ടു എമർജൻസി. എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ സ്കൂൾ സ്റ്റാഫുകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നു? ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള അറിവ് സഹായിക്കുന്നു. സേവ്സ് ലൈഫ്, തീർച്ചയായിട്ടും ജീവൻ രക്ഷിക്കുന്നു. റെഡ്യൂസസ് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ, കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതിൽ നിന്നുള്ള റിസ്ക് ഒക്കെ ഒഴിവാക്കുന്നു. പിന്നെ എന്താ കമ്പോണൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ഇൻ സ്കൂൾസ്, അതിൻ്റെ കമ്പോണൻസ് ആണ് പറയുന്നത്. ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അതർ സ്കൂൾ സ്റ്റാഫ്. എല്ലാവർക്കും ആ ഒരു ട്രെയിനിങ് കൊടുക്കണം. ഫസ്റ്റ് എയ്ഡ് കിറ്റ് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. റെഡിലി അവൈലബിൾ ആയിട്ട് നമുക്ക് വെൽ സ്റ്റോക്ക്ഡ് ആയിട്ടിരിക്കണം. എമർജൻസി റെസ്പോൺസ് പ്ലാൻ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ആൻ എമർജൻസി റെസ്പോൺസ് പ്ലാൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ. ഫസ്റ്റ് എയ്ഡ് ഒക്കെ ഉള്ള എമർജൻസി റെസ്പോൺസ് പ്ലാനിനെ അവിടെ ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പിന്നെ ഇൻസ്ട്രക്ഷൻ ആൻഡ് ട്രെയിനിങ്, ബേസിക് ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് ആയിട്ടുള്ള CPR, അതേപോലെ തന്നെ ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള, മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള, അപ്പോൾ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ടെക്നിക്കുകളൊക്കെയും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം. എമർജൻസി റെസ്പോൺസ്, ട്രെയിൻ സ്റ്റാഫ് ഓൺ ഹൗ ടു റെസ്പോണ്ട് ടു എമർജൻസി സച്ച് ആസ് അലർജിക് റിയാക്ഷൻ, സീഷേഴ്സ് ആൻഡ് ബ്രോക്കൺ ബോൺസ്, എല്ല് പൊട്ട് അതേപോലെ അലർജിയുടെ പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ അവിടെ എമർജൻസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നത് പറഞ്ഞു കൊടുത്തിരിക്കണം. പ്രാക്ടീസ് ആൻഡ് ഡ്രിൽസ്, അതിന് തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. കണ്ടക്ട് റെഗുലർ പ്രാക്ടീസ് ഡ്രിൽസ് ടു എൻഷുർ ദാറ്റ് സ്റ്റാഫ് ആർ പ്രിപ്പയർഡ് ടു റെസ്പോണ്ട് ടു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രതികരിക്കാൻ റെഡിയാണ് സ്റ്റാഫ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ അല്ലെങ്കിൽ ആ പ്രാക്ടീസുകൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. ഇൻക്രീസ് സേഫ്റ്റി, അവിടെ സുരക്ഷിതത്വം കൂടുന്നു. ഇംപ്രൂവ്ഡ് റെസ്പോൺസ്, നമുക്ക് പ്രതികരിക്കാൻ പെട്ടെന്ന് നമുക്ക് സാധിക്കുന്നു. പീസ് ഓഫ് മൈൻഡ്, അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമാണ്. അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ അയ്യോ ഇനി എന്ത് ചെയ്യുന്നു എന്ന് ടെൻഷൻ അടിക്കാതെ അങ്ങനെ സംഭവിച്ചാലും നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് അവിടെ വരുന്നു. ഇനി വരുന്ന സേഫ്റ്റി അറ്റ് ഹോം, കുട്ടികളുടെയൊക്കെ സേഫ്റ്റി, വീട്ടിലെ സേഫ്റ്റി, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കയ്യിൽ നിന്ന് എടുത്തിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. കോമൺ ഹസാർഡ്സ് ഇൻ ഹോം, ഒരു വീട്ടിൽ മെയിനായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് നേരിടാൻ, എന്തൊക്കെ അപകട സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ഫോൾസ്, ഏറ്റവും വലിയ കാര്യമാണ്. കുട്ടികൾ ഏറ്റവും തവണ വീഴുകയാണ് ചെയ്യുക, അല്ലെ മുറിവേൽക്കാൻ അല്ലെങ്കിൽ പ്രശ്നം വരാൻ സാധ്യതയുള്ള അപകടം വരിക വീഴ്ചയിൽ നിന്നാണ്. സ്ലിപ്പറി ഫ്ലോർ, അൺഈവൻ സർഫസസ്, അൺസെക്യൂർഡ് ഫർണിച്ചർ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വീഴാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ബേൺസ്, പൊള്ളലേൽക്കാൻ അല്ലേ, ഹോട്ട് സർഫസസ്, ചൂടുള്ള ഭാഗങ്ങൾ തൊട്ടിട്ടോ
തീയിൽ തൊട്ടിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് തൊട്ടിട്ടോ ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കാം, ബേൺസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താ പോയിസണിങ്, വിഷം ഏൽക്കാൻ അല്ലേ, മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ക്ലീനിങ് സപ്ലൈസ്, ക്ലീൻ ചെയ്യണ സാധനങ്ങൾ, അതേപോലെ തന്നെ ടോക്സിക് ആയിട്ട് എന്തെങ്കിലും വിഷങ്ങൾ, പുല്ലിനടിക്കുന്നത് അങ്ങനത്തെ വിഷങ്ങൾ, അതൊക്കെ വെച്ചിട്ട് മേ ബി നമുക്ക് വിഷം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇലക്ട്രിക് ഷോക്ക്, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള വയറുകൾ, ഓവർലോഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അപ്ലയൻസുകളിലെ കേട്, ഇലക്ട്രിക്കൽ ഷോക്കൊക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ ഇതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ലൈനിനെയും നിങ്ങൾക്ക് ഓരോ പാരഗ്രാഫ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ സേഫ്റ്റി മെഷേഴ്സ് ഫോർ ചിൽഡ്രൻ അറ്റ് ഹോം, ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കാം. സൂപ്പർവിഷൻ, നമ്മളെപ്പോഴും ഒരു ശ്രദ്ധ വേണം അല്ലേ. സൂപ്പർവൈസ് ചിൽഡ്രൻ അറ്റ് ഓൾ ടൈംസ്, എസ്പെഷ്യലി ഇൻ ഏരിയാസ് വിത്ത് പൊട്ടൻഷ്യൽ ഹസാർഡ്സ്. ഇത്തരത്തിലുള്ള അപകട സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ മേൽ നല്ല ശ്രദ്ധ വേണം. സെക്യൂറിങ് ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, ഫർണിച്ചറുകൾ അപ്ലയൻസുകളൊക്കെ കുട്ടികളിൽ നിന്നും സെക്യൂർ ആക്കി തന്നെ വെക്കുക. അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഭാഗത്ത് തന്നെ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കുക. ഇൻസ്റ്റാളിങ് സേഫ്റ്റി ഗേറ്റ്സ്, ഇൻസ്റ്റാൾ സേഫ്റ്റി ഗേറ്റ്സ് അറ്റ് സ്റ്റെയർസ് ആൻഡ് അറൗണ്ട് ഹസാർഡസ് ഏരിയാസ്. ഇത്തരത്തിലുള്ള എവിടെയൊക്കെയാണെങ്കിലും സ്റ്റെയറുകളിലൊക്കെയും ഒരു സേഫ്റ്റി ഗേറ്റുകൾ വെക്കുക. ലോക്കിംഗ് ക്യാബിനറ്റ്സ് ആൻഡ് ഡ്രോയറുകൾ അതേപോലെ തന്നെ ക്യാബിനറ്റുകളൊക്കെ നമ്മൾ എന്തെങ്കിലും കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ട് വെക്കണം. അതായത് നമ്മുടെ വിഷം പോലത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള സാധനങ്ങളോ അതേപോലെ കത്തി പോലത്തെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റുകളോ വെച്ച സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ സേഫ് ആക്കി വെക്കണം. ഇലക്ട്രിക്കൽ സേഫ്റ്റി അല്ലേ, കീപ്പ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആൻഡ് ഔട്ട്ലെറ്റ്സ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ, കുട്ടികൾക്ക് എത്താത്ത ഭാഗത്തിലാണ് ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇനി ബിൽഡിങ്ങിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാമെന്നാണ് പറയുന്നത്. ബിൽഡിംഗ് സേഫ്റ്റി മെഷേഴ്സ്, റെഗുലർ ഇൻസ്പെക്ഷൻസ് ആൻഡ് മെയിൻ്റെനൻസ്, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. സേഫ്റ്റി സിഗ്നേജ് ആൻഡ് ലേബലിംഗ്, കറക്റ്റായിട്ടുള്ള എന്താ പറയുക സേഫ്റ്റി സിഗ്നേജ് ഉണ്ട്, അതേപോലെ തന്നെ ലേബലിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റാണോ, അലേർട്ട് ഒക്യുപ്പൻസ് ടു പൊട്ടൻഷ്യൽ ഹസാർഡ്, കറക്റ്റായിട്ടുള്ള എന്തെങ്കിലും ഹസാർഡുകൾ വരികയാണെങ്കിൽ അതിനെ നമുക്ക് അലേർട്ട് ചെയ്ത് അറിയിക്കാൻ പാകത്തിലുള്ള സൗകര്യങ്ങളൊക്കെ സജ്ജമാക്കി വെക്കണം. എമർജൻസി ലൈറ്റിംഗ്, എൻഷുർ എമർജൻസി ലൈറ്റിംഗ് ഈസ് ഇൻസ്റ്റാൾഡ് ആൻഡ് ഫംഗ്ഷനിങ് പ്രോപ്പർലി, കറക്റ്റായിട്ട് എമർജൻസി ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. പിന്നെ എന്താ ആക്സസ് കൺട്രോൾ, ഇംപ്ലിമെൻറ്റ് ആക്സസ് കൺട്രോൾ മെഷർ ടു റെസ്ട്രിക്ട് അൺഓഥറൈസ്ഡ് എൻട്രി, അനാവശ്യമായ ആളുകളൊന്നും അകത്ത് പ്രവേശിക്കാതിരിക്കാനുള്ള സുരക്ഷിതത്വം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഫ്ലോറിംഗ് മെയിൻ്റെനൻസ്, തറയുടെ മെയിൻ്റനൻസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, സേഫ്റ്റി, ഡ്യൂറബിലിറ്റി, അപ്പിയറൻസ്, നമുക്ക് അറിയാവുന്ന തന്നെ കാഴ്ചയ്ക്കുള്ള ഭംഗിക്കായിക്കോട്ടെ അതേപോലെ തന്നെ കൂടുതൽ കാലം നിലനിൽക്കാനായിക്കോട്ടെ അതേപോലെ സുരക്ഷിതത്വത്തിനായിക്കോട്ടെ എല്ലാം നമുക്ക് എന്താവശ്യമാണ്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ് ഫ്ലോർ അല്ലേ. പിന്നെ എന്താ ടൈപ്സ് ഓഫ് ഫ്ലോറിംഗ് മെയിൻ്റനൻസ്, എങ്ങനെയൊക്കെ നമുക്ക് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എങ്ങനെ നമ്മൾ നിലം മെയിൻറ്റെയിൻ ചെയ്യും നമുക്കറിയാം. ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യും. ഇതിനൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതട്ടെ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതൊക്കെ. പിന്നെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാം, അത് ഒരു ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ നമ്മൾ ഭയങ്കര വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുമോ, നമ്മൾ സേവനവാരത്തിൽ ഇറങ്ങാമെന്നൊക്കെ നമ്മൾ പറയുമല്ലേ, അപ്പോൾ അങ്ങനത്തെ ക്ലീനിങ്. പിന്നെ പോളിഷിങ് ആൻഡ് റീഫിനിഷിങ്, കറക്റ്റായിട്ടുള്ള പോളിഷിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇലക്ട്രിസിറ്റി സേഫ്റ്റിയാണ് പറയണം. അവോയ്ഡ് ഓവർലോഡിങ്ങുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. യൂസ് പ്രോപ്പർ എക്വിപ്മെൻറ്റ്, കറക്റ്റായിട്ടുള്ള എക്വിപ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ്പ് അവേ ഫ്രം വാട്ടർ, വെള്ളം തൊടാനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കുക. പിന്നെ വെൽ സേഫ്റ്റി, കിണർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പർ കൺസ്ട്രക്ഷൻ ആയിരിക്കണം. അതേപോലെ തന്നെ ഫെൻസിങ് ആൻഡ് കവർ, കറക്റ്റായിട്ടുള്ള ഫെൻസിങ്, മതിൽ പോലത്തെ നമ്മൾ കിണറിന് ആൾമറ കിട്ടുക എന്നൊക്കെ പറയില്ല, അത് അതേപോലെ മുകളിൽ കവറൊക്കെ ഉണ്ടായിരിക്കണം. വാട്ടർ ടെസ്റ്റിങ്, വെള്ളം കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യുകയും വേണം. പിന്നെ ഡ്രഗ് ആൻഡ് പോയിസൺ സ്റ്റോറേജ്, വിഷം അതേപോലെ മരുന്നുകളൊക്കെ വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സെക്യൂർ സ്റ്റോറേജ്, വളരെ സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് നമ്മൾ എടുത്തു വെക്കണം. ലേബലിംഗ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ, ഓരോന്നിലും ലേബൽ ചെയ്ത് വെക്കണം. എന്തിനാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്തിനാണ് ആ മരുന്ന് എന്നുള്ളത്. ഔട്ട് ഓഫ് റീച്ച്, കുട്ടികൾക്ക് എടുക്കാൻ പറ്റാത്തടത്ത് കൊണ്ടുപോയിക്കണം. ഇൻഫ്ലെയിമബിൾ സ്റ്റോറേജ്, കത്താൻ സാധ്യതയുള്ള വസ്തുക്കൾ. പ്രോപ്പർ കണ്ടെയ്നേഴ്സ്, കറക്റ്റായിട്ടുള്ള പാത്രങ്ങളിൽ സൂക്ഷിക്കണം. വെന്റിലേഷൻ, എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലങ്ങളിലായിരിക്കണം. എവേ ഫ്രം ഹീറ്റ് സോഴ്സസ്, ചൂട് തട്ടാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇനി സേഫ്റ്റി ഇൻ ദ പ്ലേ ഫീൽഡ് ആൻഡ് പ്ലേ ഏരിയ, കളിക്കണ സ്ഥലങ്ങളിൽ ഗ്രൗണ്ടുകളിലൊക്കെയുള്ള സേഫ്റ്റി. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇഞ്ചുറി പ്രിവെൻഷൻ, മുറിവേൽക്കാതിരിക്കാൻ. റെഡ്യൂസ്ഡ് ലയബിലിറ്റി, അതായത് നമ്മൾ അവിടെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ ഓർഗനൈസേഷൻ്റെയൊക്കെ ലയബിലിറ്റീനെ ബാധിക്കുന്ന കാര്യമാണല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ പ്രൊമോട്ടിങ് ഹെൽത്തി പാർട്ടിസിപ്പേഷൻ, കറക്റ്റായിട്ടുള്ള കുട്ടികൾക്ക് കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, സ്പോർട്സിലും ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന സേഫ്റ്റി അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, പ്രോപ്പർ മെയിൻ്റനൻസ്, ഗ്രൗണ്ട് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സേഫ്റ്റി സിഗ്നേച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഇത് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എന്താണ് സൂപ്പർവിഷൻ, കറക്റ്റായിട്ടുള്ള നമ്മുടെ മേൽനോട്ടം അവിടെ എത്തിയിരിക്കണം. പിന്നെ സേഫ്റ്റി എക്യുപ്മെൻറ്റുകൾ നമ്മളവിടെ യൂസ് ചെയ്യണം.
പിന്നെന്താണ് എക്യുപ്മെൻറ്റ് സേഫ്റ്റി എയ്ഡ്സ് ഇൻ ഗെയിംസ് ആൻഡ് സ്പോർട്സ്. ഗെയിംസിലും സ്പോർട്സിലൊക്കെ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടാണ് സേഫ്റ്റി നോക്കുക എന്നാണ് ചോദിക്കണത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഗിയറുകൾ നമ്മൾ യൂസ് ചെയ്യുക, അതായത് ഹെൽമെറ്റ്, പാഡ്, ഗ്ലൗസ് പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. പിന്നെ സേഫ്റ്റി എക്യുപ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, മാറ്റുകൾ, പാഡിങ്, നെറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ എന്താ പ്രോപ്പർ ട്രെയിനിങ് നമ്മൾ കൊടുക്കും, കറക്റ്റായിട്ട് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പ്രോപ്പർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഹെൽമെറ്റുകൾ, നീ പാഡ്, അതേപോലെ എൽബോ പാഡ്, മൗത്ത് ഗാർഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സേഫ്റ്റി ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളൂ. താങ്ക്